ചെരുപ്പേ ഇടുള്ളൂ. ഷൂട്ട് എൻ്റെ ഹൈറ്റ് കുറയും. ഇല്ല. പോണി സ്റ്റാൻഡ്, പോണി ബസ് സ്റ്റാൻഡ്. കളറിൽ കാണുന്നതാണ് നമ്മളെ ടൈഗേഴ്സ് നെസ്റ്റ്. കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബ്രീത്തിങ് പ്രോബ്ലം അത്രേ ഉള്ളൂ. ബ്രീത്തിങ് വേറെ ആരും ഇതിലില്ല. അപ്പൊ നമുക്ക് ചെറിയൊരു അതെ കൺഫ്യൂഷനൊക്കെ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടാകാൻ ചാൻസ്. ഒരു മലയാളി ഫാമിലിയാണ്, പിന്നെ തൃശ്ശൂരിലാണ് ബേസിക്ക്. അപ്പോൾ നമ്മുടെ പാറയിലുള്ള ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നെ നമുക്ക് കഴിക്കാനുള്ളത് പൂരിയാണ് അല്ലേ? പൂരി, പിന്നെ ഉരുളക്കിഴങ്ങ് കറിയുണ്ട്, പിന്നെ കോൺഫ്ലേക്സ് ഉണ്ട്, പിന്നെ ഫ്രൂട്ട്സ്, പപ്പായ, ഞാൻ ബ്രെഡ്, ടോസ്റ്റ് ബ്രെഡ്, പിന്നെ ബട്ടർ ഉണ്ട്, പിന്നെ ജാം, പിന്നെന്താണ് ഓംലെറ്റ് ഓൺ ദ വേ ആണ് അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. ഇന്ന് അത്യാവശ്യം നന്നായിട്ട് ട്രക്ക് ചെയ്യാനുള്ളതാണ്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴിക്കുന്നത് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അതെ. ഓക്കെ, വഴിയെ നമുക്ക് കാണാം. ഹായ്. അപ്പം നമ്മൾ പാറോയിലാണുള്ളത്. പാറോയില നമ്മളെ അടുത്ത ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ളത് ഭൂട്ടാനിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൊണാസ്ട്രി അല്ലേ? മൊണാസ്ട്രിയാണ്, അല്ലെങ്കിൽ ഭൂട്ടാൻ്റെ ഐക്കൺ എന്ന് പറയുന്നത് മൊണാസ്ട്രിയാണ്. ഏത്? ടൈഗേഴ്സ് നെസ്റ്റ് അല്ലേ? പാറോ താക്സാങ് എന്ന് പറയുന്നത്. നമ്മൾ അവിടേക്ക് പോവുകയാണ്. ഏകദേശം ഇവിടുന്ന് ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് യാത്ര ഉണ്ട്. ഹോട്ടലിന് 20 മിനിറ്റ് ദൂരം കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റീപ്പായിട്ടുള്ളൊരു ട്രക്കിംഗ് ആണ്. ഏകദേശം 3120 മീറ്റർ ഉയരത്തിലേക്കാണ് നമ്മൾ കയറുന്നത്. നല്ല ടഫായിരിക്കും, എന്നാലും നമ്മൾ ട്രൈ പൊളിക്കും. യെസ്. നമ്മളിപ്പോ പാറ സിറ്റിയിലൂടെയാണ് പോകുന്നത്. ഇന്നത്തെ ദിവസത്തെ നമ്മളെ വിസിറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നേരെ ടൈഗേഴ്സ് നെസ്റ്റിലേക്കാണ് പോകുന്നത്. ബാക്കി അവിടുന്ന് കാണാം. സിറ്റിയൊക്കെ ഓണായി വരുന്നുള്ളൂ. സമയം ഇപ്പോൾ ഇവിടുത്തെ 9 മണി ആയിട്ടുള്ളൂ. കടകളൊക്കെ തുറന്നു വരുന്നുള്ളൂ. ഏകദേശം 10 മണി 10:30 ആവും ഇവിടെ ഒന്ന്. പോകുന്ന ആളുകളുടെ വണ്ടികളായിരിക്കും മിക്കവാറും ഉണ്ടാകുക. എല്ലാവരും ഒരു മെയിൻ അട്രാക്ഷൻ ആണത്. എല്ലാവരും കാണുന്ന സ്ഥലമാണ്. അപ്പോൾ പാറയിൽ വരികയാണെങ്കിൽ എല്ലാവരും പോകേണ്ടതാണ്. കുറച്ച് ഡിഫിക്കൽട്ട് ആണെങ്കിലും ചെയ്യേണ്ടതാണ്. ഓക്കെ, ഭൂട്ടാൻ്റെ പടിഞ്ഞാറേ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു താഴ്വരയാണ് പാറോ. ഭയങ്കര സീനിക്കായിട്ടുള്ള സ്കൈയിൽ ഉയർന്നു നിൽക്കുന്ന ഹിമാലയത്തെ നമുക്ക് കാണാവുന്നതാണ്. ഭൂട്ടാനിലെ ചെറിയൊരു സിറ്റിയാണിത്. സിറ്റിയുടെ അടുത്തായിട്ട് തന്നെ കുറേ വയലുകൾ നമുക്ക് കാണാവുന്നതാണ്. ഭൂട്ടാനിൽ ഏറ്റവും കൂടുതൽ നെല്ലുൽപാദനം ചെയ്യുന്നത് പാറോയിലാണ്.
ഓക്കെ, നമ്മൾ ടൈഗേഴ്സ് നെസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിലാണുള്ളത്. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കണം. അതിനുശേഷം ട്രക്കിംഗ് പോൾ അങ്ങനെ കളക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് മേലോട്ട് നടന്നു പോവാം. ഓക്കെ, ഇവിടെ ഒരുപാട് ട്രാവലേഴ്സ് എത്തിയിട്ടുണ്ട്. ഇന്ത്യൻസ് ഉണ്ട്, ഫോറിനേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. ഇത്രയും വണ്ടികളിൽ ആളുകൾ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഏകദേശം എല്ലാവരും മേലോട്ട് പോയിട്ടുണ്ടാവും. നല്ല തിരക്കേക്കും ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ മേലോട്ട് കയറാനുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ വാട്ടർ ക്യാനും വേണം. മിനിമം 2-3 ക്യാൻ ഓരോരുത്തർ കരുതണം. പിന്നെ ഏകദേശം 3120 മീറ്റേഴ്സ് ഹൈറ്റാണ് ഉള്ളത്. അപ്പോൾ അവിടേക്ക് കയറുമ്പോൾ എന്തായാലും നല്ല ഹൈഡ്രേഷൻ കൊടുക്കേണ്ടി വരും അല്ലേ? വെള്ളം കുടിക്കേണ്ടി വരും അല്ലേ? അപ്പോൾ അതിൻ്റെ പുറമെ നമ്മൾ നട്ട്സ് കാര്യങ്ങളൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കയറുണ്ട്. മേലെ ഒരു റെസ്റ്റോറൻറ്റ് അങ്ങനെ എന്തോ തോന്നുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഫുഡൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞു കഫേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുൻകൂട്ടി കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇനി നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള പ്രോസസ്സ് ഉണ്ട്. പിന്നെ അതേപോലെ നമുക്ക് ട്രക്ക് ചെയ്യാനുള്ള പോൾ ഇവിടെ കളക്ട് ചെയ്യാൻ പറ്റും. അതൊന്നും ഈ വഴിയാണ് കയറി പോകുന്ന ആളുകളെ കയറി പോകുന്നത്. പിന്നെ കയറാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് പോണി ഉണ്ട് അവിടെ. പോണി കുതിരകളുണ്ട്. ഓക്കെ, നമ്മളെ കൂടെ നമ്മളെ ഗൈഡ് വരുന്നുണ്ട്. ചെരുപ്പിട്ട് ഷൂ ഇടൂലെന്ന് പറഞ്ഞത്. ചെരുപ്പേ ഇടുള്ളൂ എന്ന് പറഞ്ഞത്. ഷൂട്ട് അതിന്റെ ഹൈറ്റ് കുറയും. ഓക്കെ, യെസ് ഓഫ് കോഴ്സ്. ഓക്കെ, ടിക്കറ്റ് എടുക്കാം. വരുന്നുണ്ട്. ഇല്ല നമ്മൾ ടൈഗേഴ്സ് നെസ്റ്റിലേക്കുള്ള ടിക്കറ്റ് എടുത്തു. ഏകദേശം ഒരാൾക്ക് 1000 രൂപയാണ് വരുന്നത്. അങ്ങനെ നമ്മൾ 3 പേർക്കാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പ്രൈസ്. ഓക്കെ, ഗൈഡിൻ്റെ ടിക്കറ്റ് വേണം. ഗൈഡ് പിന്നെ നമ്മളെ കൂടുതലാണല്ലോ. ഫുൾ ഫ്രീ. ഇനി അടുത്തത് നമ്മൾ സ്റ്റിക്ക് കളക്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് റെന്റിന് നടക്കാൻ കാല് മതി. പക്ഷേ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഹൈക്ക് ചെയ്യണമല്ലോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നിർബന്ധമായിട്ടും പറഞ്ഞോണ്ട് കേട്ടെ. ചെറുത് വരെ, സ്മോൾ വൺ. മറ്റേ സ്റ്റിക്ക് എടുത്തു. സ്റ്റിക്കിന് എത്ര റെന്റ് എടുത്ത്? 100. ഒരാൾക്ക് 100 രൂപ അല്ലേ? നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു അല്ലേ? അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. 100 രൂപ തന്നെ. ഓക്കെ, അപ്പോൾ സ്റ്റിക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ നമുക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് സ്റ്റിക്ക് നല്ലതാണ്. വെയിറ്റ്ലെസ് ആണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പോകുന്നത്. ഓക്കെ, കുറേ പേര് പോയിട്ടുണ്ട്. സ്റ്റിക്കൊന്നും ഇല്ലാതൊക്കെ കുറേ ആൾക്കാർ പോയിട്ടുണ്ട് കേട്ടോ. അതെ, കയറാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും, അല്ലെങ്കിൽ പ്രായമായ ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ പോണി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പോണി എത്ര ചാർജ് എന്നറിയില്ല. ഇതിൻ്റെ മേലോട്ട് പറയണ്ട കേട്ടോ. മേലോട്ടൊക്കെ പോണിയാണ്. മേലെ ഭാഗത്തൊക്കെ മുഴുവൻ പോണിയുണ്ട്. പോണി സ്റ്റാൻഡ്, പോണി ബസ് സ്റ്റാൻഡ്, പോണി ബസ് സ്റ്റാൻഡ്.
അപ്പുണ്ടോ? ഓക്കെ, എത്ര 400 രൂപയാണ്. ഉണ്ടല്ലേ? നമുക്ക് ഇവിടെ കാണുന്നൊരു മല കണ്ടല്ലേ, അവിടെ കുറേ വീട് മറ്റേ മൊണാസ്ട്രികളൊക്കെ കാണുന്നുണ്ട്. ഇതിന് നടുവിൽ ഇവിടെ കാണണ്ട, ഈ നടുവിൽ കാണുന്ന മല ഉണ്ടല്ലേ, ആ മലയിൽ ഇവിടെ നിന്ന് കാണുന്ന ആ വൈറ്റ് കളറിൽ കാണുന്നതാണ് നമ്മളെ ടൈഗേഴ്സ് നെസ്റ്റ്. ഓക്കെ, നമ്മള് ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 10 മിനിറ്റോളം അല്ലേ? 9:15 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇപ്പം അത്ര ടഫൊന്നല്ല. ടഫ് അല്ലെങ്കിലും ചെറിയൊരു കിതപ്പ് ഉണ്ട്. ഹൈറ്റ് കൂടുന്നതിനൊരു കിതപ്പ് ബുദ്ധിമുട്ടുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ടഫ് ആവുമെന്നാണ് ഡിക്കി പറയുന്നത്. പറയേണ്ട ആവശ്യമില്ല. ഡിക്കി says that then next steps are extremely tough, you know. ഏകദേശം 2 മണിക്കൂറോളം നമുക്ക് ട്രെക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ട്രെക്കിംഗ് ഷൂസോ അല്ലെങ്കിൽ സാധാരണ ഗ്രിപ്പുള്ള ഷൂവോ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. Rhododendron, da. Rhodo. What? Tongfushi. Yeah. Means? Tree. Trees. Means tree. Oh, It's a name. okay. Means name. നമ്മളിപ്പോ നടന്നു പോവാണ്. ഒരു 15 മിനിറ്റായി നടന്ന് കയറി വരുന്നത്. Double. Okay. തണുപ്പുള്ളതുകൊണ്ട് There's also a triangle. എല്ലാ ക്ഷീണമൊന്നും വരുന്നില്ല, വേർക്കണമൊന്നുമില്ല. You know, subdue from the ഏകദേശം ഒരു with the help of dagger. 24 ഡിഗ്രി ഒക്കെ തണുപ്പുണ്ടാവും. There's a rock. പാറോ താഴ്വരയിൽ നിന്ന് ഏകദേശം 3120 മീറ്റർ ഉയരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ബ്രൗൺ ഓക്ക് എന്നാണ് ഈ മരത്തിൻ്റെ പേര്. 2018 പ്രകാരം ഇതിന് 94 വർഷത്തോളം പഴക്കമുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിന് 100-ലധികം വർഷത്തെ പഴക്കമുണ്ട്. മൂന്ന് 4 സ്ഥലങ്ങളിലായി ഇതുപോലത്തെ റെസ്റ്റിംഗ് പ്ലേസസ് നിർമ്മിച്ചിട്ടുണ്ട്. ബുദ്ധിമുട്ടുള്ളവർ ഒറ്റ സ്ട്രെച്ചിൽ കയറാതെ ഇവിടെ റെസ്റ്റ് ചെയ്തതിന് ശേഷം കയറാവുന്നതാണ്. അതാ ആ കാണുന്നതാണ്. ഇനി അത്രയും കൂടി കയറാനുണ്ട്. നമ്മൾ അത്ര ഒന്നും കയറിയില്ല. ഈ കയറിയതിൻ്റെ 2-3 മടം കൂടി ഇനിയും കയറാനുണ്ട്.
Annapurna catering services. Annapurna Restaurant. restaurant nahi. Here the mountain. One of the sun in the 10th out of 10 highest in world. You know. കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബ്രീത്തിങ് പ്രോബ്ലം അത്രേ ഉള്ളൂ. ബ്രീത്തിങ് കുഴപ്പമൊന്നുമില്ല. ആ See, they're riding horse. ആ റോഡോഡെൻഡ്രോൺ റെഡ് ഫ്ലവർ ഈ കാണുന്നത്. ഇത് നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡോച്ചിലോ പോയപ്പോൾ നമ്മൾ കണ്ടിരുന്നു. അത് വേറൊരു കളറായിരുന്നു, യെല്ലോ അല്ല, ഒരു പിങ്ക് കളറായിരുന്നു. ഇത് റെഡാണ്. ഇതിൻ്റെ പല വെറൈറ്റീസും ഉണ്ട്. പിന്നെ ഇതിന് ഒരുപാട് മെഡിസിൻ വാല്യൂസ് ഉണ്ട് കേട്ടോ. അപ്പം ബ്രീത്തിങ്ങിനൊക്കെ ഭയങ്കരമായിട്ട് ഈസി ആയിട്ട് സഹായിക്കും. അപ്പോൾ ട്രക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതെടുത്തിട്ട് സ്മെല്ല് ചെയ്യാറുണ്ട്. നമുക്കും ഒരു ഫ്ലവർ എടുത്തിട്ട് സ്മെല്ല് ചെയ്ത് നോക്കാം. I need to get it for you. Usually, men used to get a flower for girls, right? No, I can't. Just be careful. പണിയോ ചെക്ക് വീഴാതിരിക്കട്ടെ. ആരാ വിളിക്കണ്ടല്ലോ. No. No way you can call. You don't have the network, right? ഹലോ, ജിയോടെ ഷോട്ട് അടിച്ചോ? ആ ഇല്ല എത്തിയില്ല. അല്ല അങ്ങനെ കൊടുക്കണ്ടേ? ഇതാണ് വഴി. ഒറിജിനൽ വഴി ഇതിലാണ്. അവരുടെ അടുത്ത് നിന്ന് ഞാൻ മെല്ലെ ഷോർട്ട് കട്ട് അടിച്ചിട്ടേ വന്ന് അതിലിങ്ങനെ കറങ്ങി വരുന്നതിനെ ഇത് കുറച്ച് സ്റ്റീപ്പാണ്. പെട്ടെന്ന് എത്തി, പക്ഷേ നല്ല കത്തിച്ചിട്ടൊക്കെയാണ് വന്ന്. കുറച്ച് കുത്തനുള്ള കയറ്റാ. ആ ചോദിച്ചു വന്നാൽ മതി, അല്ലേ വന്ന വഴി ഉണ്ട് കറക്റ്റ്, നമുക്ക് കാണാം. അതിലങ്ങോട്ട് പോന്നാൽ മതി. വേറെ 2-3 വഴിയൊന്നുമില്ല, ഈ ഒരു ഒറ്റ വഴി തന്നെ ഉള്ളൂ. അതിലങ്ങോട്ട് കയറി നമുക്ക് കറക്റ്റ് എത്താം. ഓക്കെ ഓക്കെ ഫ്രം ഹിയർ. അത് ശരിയാ. പിന്നെ ഇതിൽ വരുന്ന വഴി ഇതിൽ ആരും ഇല്ല. ഓക്കെ, ഞാൻ ഒറ്റക്ക് വന്ന് പിന്നെ 2 പേര് മാത്രം ഇങ്ങോട്ട് ഇറങ്ങി ഉണ്ടായതുള്ളൂ. വേറെ ആരും ഇതിലില്ല. അപ്പൊ നമുക്ക് ചെറിയൊരു അതെ കൺഫ്യൂഷനൊക്കെ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഫോളോ മീ. ഇല്ല ഗൈസ്, നോ ഗൈസ്, never. We will never give up. And the tiger's name is Tashikendin. Gurupatma Sambhas. Means forest. She was one of the, കപ്പി അവിടെ നിന്ന് കണ്ടെടുത്ത് ഇത് കിട്ടണ ഇതില് വൈഡ് tiger. Actually, she was a local deity. For what? Tiger. വൈഡില് She sacrificed because for the guru. Oh. She sacrificed herself, her beauty, and she formed into a tiger. She's a local deity, one of the local deities. Oh. And her name was, the tigress name was Tashikendin. Tashikendin. Kendin.
do you call that? കളരി പയറ്റ്. കളരി പയറ്റ്. മാർഷൽ ആർട്സ്, ഫോം ഓഫ് മാർഷൽ ആർട്സ് കേരള. കുടിവെള്ളമല്ല. അതാ ടഫാന്നല്ല, പക്ഷേ ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസ് ഉണ്ടാവും. ഹൈറ്റ് കൂടുതലല്ലേ, കിതപ്പ് കുറച്ച് കൂടും. പ്രശ്നമൊന്നുമില്ല. വെള്ളം ക്യാരി ചെയ്യുക, വെള്ളം കുടിക്കുക, ലൈറ്റായിട്ട് ചോക്ലേറ്റ്സ്, നട്ട്സ് എന്തെങ്കിലുമൊക്കെ അല്ലേ. യെസ്, ക്യാരി ചെയ്യുക. ചിപ്ത. ഓ. And our guru's chip was right. It means like respect. Oh. Chip was tigress. Tashikhendu. ഗുരു റൈഡ് ചെയ്യുന്ന ഹോസില്ലേ, കുതിരകളെ ചിപ്താന്നാ പറയാ. അതായത് ലോക്കലായിട്ടുള്ള പീപ്പിളെ ചിപ്താന്ന് പറയാം. അത് റെസ്പെക്റ്റിന്റെ ഭാഗമായിട്ട് അവർ പറയുന്നത് ചിപ്ത എന്ന് പറയും. ഓക്കെ. ഇപ്പോൾ നമ്മൾ ട്രക്കിങ്ങിൻ്റെ ഹാഫ് വേ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ വരെയാണ് പോണി റൈഡ് ഉണ്ടായിരിക്കുക. ഇതിന് ശേഷം ബാക്കി നടന്നു തന്നെ കയറണം. ഈ കാണുന്ന വഴിയിലൂടെയാണ് നമുക്കിനി നടക്കാനുള്ളത്. ഇത് ആ കാണുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ എത്തേണ്ടത്. വലിയൊരു പ്രെയർ വീൽ ഇവിടെ കാണാവുന്നതാണ്. അതുപോലെ എല്ലാവരും റെസ്റ്റ് ചെയ്യുന്നൊരു സ്പോട്ടാണിത്. നമുക്ക് പോകേണ്ട വഴി ഇടതുവശത്തു കൂടെയാണ്, എന്നാൽ കഫേയിലേക്ക് പോകേണ്ടവർക്ക് വലതുവശത്തു കൂടെ പോകാവുന്നതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ ഇതിൻ്റെ മുകളിലൊരു കഫേ ഉണ്ട്. ആകെ ഒരു കഫേ തന്നെ ഉള്ളൂ. അതാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. നമ്മൾ ഏകദേശം ഒരു 1.25 മണിക്കൂർ ആയി ഇപ്പോൾ നടത്താൻ തുടങ്ങിയിട്ട്. ഇപ്പോഴാണ് ഇവിടെ എത്തുന്നത്. 9:15 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്. ഏകദേശം പകുതിയോളം നമ്മൾ കഴിഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ താഴെ ഒരു കഫേ ഉണ്ട്. കഫേയിൽ നമുക്ക് വേണമെങ്കിൽ വരുന്ന സമയത്ത് നമ്മളെ ലഞ്ച് ഇവിടെ കഫേ എന്നാണ് വരുന്ന വഴിക്ക്. അതെ, നമുക്ക് അവിടെ നിന്ന് കഴിക്കാം. ആകെ ഈ കഫേ തന്നെ ഉള്ളൂ ഇവിടെ. ആകെ ഒരു കഫേ ഉള്ളൂ. അവിടെ നിന്നിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഒന്നും പറയാനില്ല, അടിപൊളി വ്യൂ ആണ്. അടിപൊളി, ഒരു രക്ഷയില്ല, കിടക്കൻ വ്യൂ. Copters, choppers. Is there any chopper service? Chopper? Chopper? Helicopters, copters.
ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് ടൂറിസ്റ്റുകളെ നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഏഷ്യൻ കൺട്രീസിൽ നിന്നും ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഓക്കെ 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 ശരി. അല്ല ഞങ്ങൾ 11 നമ്മളെ കൂടെയുള്ള ഒരു മലയാളി ഫാമിലിയാണ്. പിന്നെ തൃശ്ശൂരിലാണ് ബേസിക്ക്. പക്ഷേ ആനന്ദ് നമ്മൾ വേറെ ആരെയും കണ്ടിട്ടില്ല കേട്ടോ. കുറേ ദിവസം ഇവിടെ കറങ്ങുന്നു. ആകെ 2-3 പേരെ കണ്ടിട്ടുള്ളൂ ടീംസിനെ. സാറിൻ്റെ പേര് കൃഷ്ണകുമാർ. മാഡം പ്രീത. ഓക്കെ ചാടി ചാടി പോവാം. It's a type. That's a type of synonyms used in Malayalam. Jump, 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 jump. Okay. Like energetic walk. Chadi, chadi, chadi. ഇവിടെ മരിച്ചു പോയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അവർ സമർപ്പിക്കുന്ന രൂപങ്ങളാണ്. അതാണ് ഇത്. ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയുണ്ട്. പോണ വഴിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നലെയൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ. അരുവികളിലെ പക്ഷെ കുടിക്കാനും പറ്റില്ല കേട്ടോ. പ്യുവറൊന്നല്ല. ആണേ മുഖമൊക്കെ കഴുകാം ഇടക്ക്. മുഖം കഴുകാം. പക്ഷെ മുഖമൊന്നും കഴുകാൻ തോന്നില്ല. അത്രയും തണുപ്പാണ്. വെള്ളം തൊട്ടാൽ തന്നെ കൈ മരവിച്ചു. അത്രയും തണുപ്പുണ്ട്. നല്ല റിസ്ക് എടുക്കണ്ട. ഓക്കെ. അപ്പം നമ്മൾ ഏകദേശം ഇതിൻ്റെ വ്യൂ പോയിൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. വ്യൂ പോയിൻറ്റ് കഴിഞ്ഞിട്ട് പിന്നെ താഴോട്ട് ഇറങ്ങിയിട്ട് വീണ്ടും മേലോട്ട് കയറാറുണ്ട്. വ്യൂ പോയിൻറ്റിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ ഇവിടെ ഫോട്ടോ എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കും പോയി നോക്കാം. ഓക്കെ. ഞാൻ അങ്ങോട്ട് ഫുള്ള് സ്റ്റെപ്പാണ്. കുറച്ച് ദൂരമുള്ളൊരു 100 മീറ്റർ.
Yes, How are you? yes, I visited Where? Cochin? Mana? Cochin? മറാഠി Yes. മറാഠിയാ No, I'm Guju. Gujarat. Gora. Surat? Right. Ahmedabad? But Come say. only സെക്കൻഡ് ബുദ്ധ എന്നറിയപ്പെടുന്ന ഗുരു റിംപോച്ചെ 8-ാം നൂറ്റാണ്ടിൽ പാറോയിൽ ലോക്കൽസിൻ്റെ ആവശ്യപ്രകാരം ദുഷ്ടാത്മാക്കളെ ഒഴിപ്പിക്കുന്നതിനു വേണ്ടി ടിബറ്റിൽ നിന്നും ഇവിടെ കടുവയുടെ പുറത്ത് പറന്നു വന്നിറങ്ങി എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ കടുവയായി രൂപമാറ്റം പ്രാപിച്ച് അദ്ദേഹത്തെ ഇങ്ങോട്ട് എത്തിക്കുകയായിരുന്നു. അദ്ദേഹം ഇവിടെ 3 വർഷവും 3 മാസവും 3 ആഴ്ചയും 3 മണിക്കൂറും 3 മിനിറ്റും ധ്യാനത്തിലിരുന്നു. തുടർന്ന് 8 അവതാരങ്ങളായി അവതരിച്ചു എന്നും പറയപ്പെടുന്നു. ഓക്കെ, നമ്മൾ ഏകദേശം ടൈഗർ നെസ്റ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സ്റ്റെപ്സ് കൂടി ബാക്കിയുള്ളൂ. ഇപ്പോൾ അവസാനത്തെ കുറച്ച് സ്റ്റെപ്സ് കുറച്ച് ഡിഫിക്കൽട്ടാണ്. എന്താ വെച്ചാൽ നമ്മൾ അതുവഴി വന്നിട്ട് താഴെ ഇറങ്ങി അതേപോലെ സ്റ്റീപ്പായിട്ട് മേലോട്ട് കയറുകയാണ്. അപ്പോൾ അതിൻ്റെ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ആ വഴിയാണ് നമ്മൾ വന്നതാണല്ലേ. ഈ പോകുമ്പോഴും അത്രയും തിരിച്ച് കയറാനുണ്ട്. കുറച്ച് ബ്രീത്ത് പ്രോബ്ലം ഒക്കെ ഉണ്ടാവും എന്തായാലും. ആയിരത്തി 1692 ടൈഗേഴ്സ് നെസ്റ്റ് നിർമ്മിച്ചത്. അതിനുശേഷം പല തീപിടുത്തങ്ങളും ഉണ്ടായിരുന്നു. റെനോവേറ്റ് ചെയ്ത ടൈഗേഴ്സ് നെസ്റ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടെമ്പിളിനകത്ത് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അലോഡല്ല. ഗാഡ്ജറ്റ്സും ബാഗും എല്ലാം ലോക്കറിൽ വെച്ചിട്ട് വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. അതുകൊണ്ട് തന്നെ അകത്തെ വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അകത്ത് കണ്ട കാഴ്ചകളെല്ലാം താഴെ ഇറങ്ങിയതിന് ശേഷം വിശദമായി തന്നെ പറയുന്നതാണ്. തിരിച്ചു പോകുന്നത് ഒരേ റൂട്ടിലൂടെ തന്നെ ആയതുകൊണ്ട് കൂടുതൽ വീഡിയോസൊന്നും എടുക്കുന്നില്ല. മാർച്ച്, ഏപ്രിൽ അതുപോലെ തന്നെ സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിലായിരിക്കും ടൈഗേഴ്സ് നെസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈം.
Hello, and finally successfully we completed the trek to Paro Taksang. അതായത് ടൈഗേഴ്സ് നെസ്റ്റിലേക്കുള്ള ഞങ്ങളുടെ ട്രക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മള് തിരിച്ചെത്തിയിട്ടുണ്ട് അല്ലേ? നമ്മൾ അങ്ങോട്ട് പോയപ്പോ ഏകദേശം എത്ര ബേസ് ക്യാമ്പിലാണ് തിരിച്ചെത്തിയത്? ഏകദേശം 2.5 മണിക്കൂർ നമ്മൾ അങ്ങോട്ട് മേലോട്ട് കയറാൻ എടുത്തിട്ടുണ്ട്. 2.5 അല്ലേ? 2 to 2.5 ഏകദേശം 2 അല്ലേ? 2.5 അത്ര അതിന്റെ ഉള്ളിലേ വരുന്നുള്ളൂ. പിന്നെ നമ്മൾ കുറെ റെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് പോയത്. പിന്നെ താഴോട്ട് വന്നപ്പോൾ ഏകദേശം നമുക്ക് 1.5 മണിക്കൂർ സമയം വന്നിട്ടുള്ളൂ. താഴോട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, നോർമലി ഒരാൾക്ക് ചെയ്യാൻ പറ്റിയ പറഞ്ഞാൽ 5 മുതൽ 6 മണിക്കൂറിനുള്ളിലാണ് സാധാരണ എല്ലാവരും ചെയ്യാറുള്ളത്. പിന്നെ കുറച്ച് ഫിസിക്കൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈവൻ പ്രായം കൂടിയ ഒരുപാട് ആൾക്കാർ നമ്മൾ ട്രക്കിങ് നമ്മൾ കണ്ടിട്ടുണ്ട്. അവരും ഈസി ആയിട്ട് കയറി പോയില്ല, വലിയ ഡിഫിക്കൽട്ട് ഒന്നും ഇല്ല. പിന്നെ അവിടെ എത്താൻ നേരത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെ മറ്റേ താക്സാങ്ങിന്റെ അവിടെ എത്തുമ്പോൾ താഴോട്ട് മലയിലേക്ക് കയറുന്നുണ്ട്. അതിലാണ് കുറച്ചൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ടാകുക എല്ലാവർക്കും. അത് നല്ല സ്റ്റീപ്പാണ്. ബാക്കിയുള്ളത് നോർമലി ഇങ്ങനെ കയറിപ്പോ. ഇടയ്ക്ക് നമുക്ക് ഒരു കോഫി ഷോപ്പൊക്കെ ഉണ്ട്, ഒരു കഫേ ഉണ്ട്. കഫേയിൽ വേണമെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. എല്ലാവർക്കും ഏത് പ്രായമൊക്കെ അതെ അതെ അതെ. പിന്നെ കയ്യിൽ എന്തെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ പറഞ്ഞല്ലോ കയ്യിൽ എന്തെങ്കിലും സാധനങ്ങൾ കരുതണം. നമുക്ക് ഫുഡ് ലൈറ്റ് ആയിട്ട് ഫുഡ്, അതായത് ഇപ്പോൾ നട്ട്സോ അല്ലെങ്കിൽ ചോക്ലേറ്റ്സോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി കേട്ടോ. അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതെ, എല്ലാവരും കഫേയിൽ കയറുന്നത് തിരിച്ചു വരുമ്പോഴാണ് എല്ലാവരും കഫേ കയറുന്നത് അല്ലേ? ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ കയറി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കും മിക്കവാറും എല്ലാവരും തിരിച്ചു വരുന്ന സമയത്ത് കയറി വരുന്നത്. ഏകദേശം എല്ലാവരും രാവിലെയാണ് കയറുന്നത് കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം ഒന്നും ആരും കയറുന്നില്ല. രാവിലെ കയറിയിട്ട് ഏകദേശം വൈകുന്നേരത്തോടു കൂടി തിരിച്ച് വരികയാണ്, അവസാനിപ്പിക്കുക. അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. 9 ഉള്ളിൽ കയറുക. പിന്നെ ഞങ്ങൾക്ക് നല്ല ക്ലൈമറ്റാണ് കിട്ടിയത് കേട്ടോ. മഴ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ചെറുതായിട്ട് പൊടിയുന്നുണ്ട്, അതൊന്നും തോന്നുന്നുണ്ട് അല്ലേ? ചില ദിവസങ്ങളിൽ മഴ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സ്ലിപ്പറി ആയിരിക്കും ഇവിടെ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ഇവിടെ പോണിയുണ്ട്. ഇതാ കുതിര പക്ഷെ അത് ഫുള്ള് പോകില്ല, മുഴുവനായിട്ട് പോകില്ല തോന്നുന്നുണ്ട്. കുതിരനെ എടുത്തിട്ട് നമുക്ക് മേലോട്ട് പോകാൻ പറ്റും. അതിന് ഏകദേശം 1400 രൂപയാണ്. കുറച്ച് ദൂരമുള്ള പോണി. പിന്നെ ബാക്കി നമ്മൾ എന്തായാലും നടന്നു പോകണം. മുഴുവനായിട്ട് കുതിര പോകില്ല കേട്ടോ. നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 30% മാത്രമേ പോകുന്നുള്ളൂ. ബാക്കി 60 to 70 നമ്മൾ ട്രക്ക് ചെയ്ത് തന്നെ പോകണം. അപ്പോൾ ഏറ്റവും നല്ല ട്രക്ക് ചെയ്ത് പോവാണ്. സാധാരണ കയറിയാൽ മതി. അത്യാവശ്യം നന്നായിട്ട് വെള്ളം കുടിക്കുക, ഇടയ്ക്കൊക്കെ തന്നെ സിപ്പ് ചെയ്ത് പോവുക അല്ലേ? ഇനി പറയാനുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ അതൊരു ഇതാണ്, എന്താ പറയുക, ഒരു മൊണാസ്ട്രിയാണ്, ടെമ്പിളാണ്. ടെമ്പിൾ എന്ന് പോലും പറയും, മൊണാസ്ട്രി എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് എന്താ പറയുക സബ് ടെമ്പിൾസ് ഉണ്ട് അല്ലേ? 8ഓളം. അവിടെ ഷൂട്ട് ചെയ്യുന്നത് പറ്റൂല. ഏതായാലും ഒരുപാട് ഡാറ്റീസ് ഇല്ലേ, ഒരുപാട് ആരാധന മൂർത്തികൾ അല്ലേ ഉള്ളിലുണ്ട്. ഏകദേശം 8 ടെമ്പിളോളം അതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മൾ ഓരോ ടെമ്പിളിലേക്ക് നമുക്ക് പോകാം. പിന്നെ അതേപോലെ ഈ നമ്മുടെ ആരായിരുന്നു ഗുരു പത്മസംഭവ അല്ലേ? പത്മസംഭവമാണ് മെയിനായിട്ട് ഇവിടുത്തെ ഡയറ്റി. അദ്ദേഹം തപസ് ചെയ്ത ഗുഹ ടൈഗേഴ്സ് നെസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ അങ്ങനെ ഒരുപാട് ഗുഹകൾ അവിടെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലായിരുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോയി. ചെറിയൊരു ഡിഫിക്കൽട്ടാണ്. പ്രായമുള്ളവർക്ക് ഇറങ്ങാൻ പറ്റില്ല. ചെറിയ ആളുകൾ അതെ, ചെറിയ ആളുകൾക്കാണെങ്കിൽ അതെ 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 അതെ. കോണി കാര്യമായിട്ടൊന്നുമില്ല. ഒരു മരത്തിലൊരു ഇതിങ്ങനെ അടിച്ചു വെച്ചതാണ്. അതാണ് അത് തേഞ്ഞു പോയിട്ടുണ്ട് അല്ലേ? ചവിട്ടി തേഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പ്രായമുള്ളവരും അങ്ങോട്ട് പോകണ്ടാക്കിയ ഈ ചെറുപ്പക്കാരനാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകും. ഇത്രേ ഉള്ളൂ. നാരോ ആയിട്ടുള്ള റിഡ്ജാണ്. നേരെയുള്ള റിഡ്ജല്ല, ഇങ്ങനെ ചെരിഞ്ഞിട്ടുള്ള റിഡ്ജാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ കൂടെ അങ്ങനെയൊക്കെ ഉള്ളിലൂടെ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു വിളക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് അവിടെ ഓഫറിങ് നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ അമ്പലത്തിലൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്കും അല്ലേ പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട് അല്ലേ? ഓരോരുത്തരുടെ വിശ്വാസങ്ങളൊക്കെ ഏതായിക്കോട്ടെ, അവിടെ വരുന്നവർക്കും അവിടെ പ്രാർത്ഥിക്കാന്നൊക്കെ പറയുന്നത്. ഏതായാലും വോർത്താണ് അല്ലേ? അല്ലേ, വോർത്താണ് സാധനം. അത്യാവശ്യം കാണാനുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഏകദേശം ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ അല്ലേ 3120 മീറ്റേഴ്സ് ഹൈറ്റാണ് അല്ലേ? അതായത് നമ്മളിപ്പോൾ ഗുൽമാർഗൊക്കെ പോകുകയാണെങ്കിൽ ഗുൽമാർഗിൻ്റെ ഫസ്റ്റ് ഫേസ് ഉണ്ടല്ലോ, ഏകദേശം ആ ഹൈറ്റ് നമ്മൾ ഗോണ്ടോളൊക്കെ കയറി പോകുന്നുണ്ടല്ലോ, ഏകദേശം ആ ഹൈറ്റ് ഉണ്ട് സാധനം. ഓക്കെ, പിന്നെ ബേസ് ക്യാമ്പ്, എയറോസിൻ്റെ ബേസ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ 5000 സംതിങ് കാണാമല്ലോ. 2000 കൂടി കയറി കഴിഞ്ഞാൽ ഇതുമെല്ലാം അല്ലേ? നമ്മൾ ഒരു ദിവസം കൊണ്ടാണ് ഇത് കയറുന്നത്. മറ്റേത് 10 ദിവസം കൊണ്ടാണ് കയറുന്നത് അല്ലേ? ഓക്കെ.